ഹലോ ഹൈ റേഞ്ച് കുടുംബത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എന്താ പറയാൻ പോകുന്നത്, വൈറ്റി സ്റ്റുഡിയോ. യൂട്യൂബ് ചാനലിലെ എല്ലാവരും നിർബന്ധമായിട്ടും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ആപ്പാണ് വൈറ്റി സ്റ്റുഡിയോ. അപ്പൊ എന്തിനാണ് ഈ വൈറ്റി സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എന്താണ് നമുക്ക് അതുകൊണ്ടുള്ള ഉപകാരങ്ങൾ, എന്താണ് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ പറയാം. ഇതിനെപ്പറ്റി പറയാനുള്ള വേറൊരു കാര്യങ്ങളുണ്ട്, പ്രചോദനമുണ്ട്. എന്നറിയോ, ഒരു സബ്സ്ക്രൈബർ നമ്മുടെ അടുത്ത് ചോദിച്ചു, ചേട്ടാ ഞങ്ങള് എന്റെ ഇതിനകത്ത് ഈ വാച്ച് അവേഴ്സ് അതെങ്ങനെയാണ് ഞാൻ അറിയുന്നത്? ഞാൻ എന്റെ യൂട്യൂബിൽ എല്ലായിടത്തും ഞാൻ നോക്കി, അരിച്ചു പെറുക്കി നോക്കി, ഇനി എന്റെ സെറ്റിംഗ്സിന് എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്ന് ചോദിച്ചു. അന്നേരം ഞാൻ അദ്ദേഹത്തിന് റിപ്ലൈ നൽകി, സെറ്റിംഗ്സിലൊന്നും ചെയ്യേണ്ട ഒരാവശ്യമില്ല, അതിന് നമ്മൾ വൈറ്റി സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പൊ ഇത് പറയുന്നത് ബിഗിനേഴ്സിനോടാണ്, ഇതിനെപ്പറ്റി വൈറ്റി സ്റ്റുഡിയോനെ പറ്റി അറിയത്തില്ലാത്തവരോട് മാത്രമാണ്. അപ്പൊ വൈറ്റി സ്റ്റുഡിയോയിൽ എന്തെല്ലാം, ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്, പിന്നെ വൈറ്റി സ്റ്റുഡിയോയിലുള്ള നമുക്കുള്ള ഗുണം എന്തൊക്കെയാണ്. അപ്പൊ ആദ്യമായിട്ട് ഈ വൈറ്റി സ്റ്റുഡിയോ നമുക്ക് കിട്ടുന്ന എവിടുന്നാണ്? പ്ലേ സ്റ്റോറിൽ വൈറ്റി സ്റ്റുഡിയോ നമ്മൾ എന്ത് ചെയ്യുക, അടിച്ചു കൊടുക്കുക, സെർച്ച് ചെയ്യുക. അന്നേരം വൈറ്റി സ്റ്റുഡിയോ വരും, ഒരു റെഡ് കളറിൽ യൂട്യൂബിന്റെ അതേ ചിഹ്നം പോലെ തന്നെ വേറൊരു ചിഹ്നം അത് വരും. അത് നമ്മൾ നേരെ ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിലാണ് നമ്മൾ ഇൻസ്റ്റാൾ കൊടുക്കുന്നത്, നമ്മുടെ യൂട്യൂബായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ലിങ്ക് ചോദിക്കും. അപ്പോൾ നമ്മൾ യെസ് കൊടുത്ത് അതങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബും ഈ വൈറ്റി സ്റ്റുഡിയോ ആയിട്ട് കൊളാബാകും, അതായത് ലിങ്ക് ആകും. അങ്ങനെ ഈ യൂട്യൂബിനകത്തുള്ള പ്രധാനപ്പെട്ട യൂട്യൂബിനകത്ത് ഇല്ലാത്ത കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അടങ്ങിയേക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് വൈറ്റി സ്റ്റുഡിയോ. അപ്പോൾ വൈറ്റി സ്റ്റുഡിയോയിനകത്ത് നമ്മൾ ആദ്യം ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഓപ്പൺ ആക്കി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അടങ്ങിയത്? പ്രധാനമായിട്ടും 4 കാറ്റഗറിയാണുള്ളത്. വ്യൂസ്, വാച്ചവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ്, അതുപോലെ എസ്റ്റിമേറ്റഡ് റവന്യൂ. ഈ എസ്റ്റിമേറ്റഡ് റവന്യൂ പറഞ്ഞാൽ എല്ലാവരുടെ വൈറ്റി സ്റ്റുഡിയോയിലും ഉണ്ടാവുന്നതല്ല. കാരണം ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ എസ്റ്റിമേറ്റഡ് റവന്യൂ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതുകൊണ്ട് ബിഗിനേഴ്സ് ഈ എസ്റ്റിമേറ്റഡ് റവന്യൂ എന്നുള്ളത്, അയ്യോ അത് ഞങ്ങളുടെ അതിനകത്ത് കണ്ടില്ലെന്ന് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. നിങ്ങൾക്കും മോണിറ്റൈസ് ആയി കഴിയുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിരിക്കും. നമുക്ക് ഇതിനകത്തെ ഓരോ ഗുണങ്ങൾ, ഇതൊക്കെ എന്തിനാണ്, ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. പറഞ്ഞു കൊടുത്തോളൂ. വ്യൂസ് നോക്കുകയാണെങ്കിൽ ഞാൻ പോയിന്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടോ, മറക്കാതിരിക്കാൻ. അപ്പൊ വ്യൂസ് നോക്കുകയാണെങ്കിൽ ഓരോ വീഡിയോസിലും കിട്ടുന്ന വ്യൂ, ഓരോ വ്യൂസ് അതാദ്യമല്ല, അതിന് മുൻപായിട്ട് നമ്മുടെ ഈ ചാനലിന്റെ മൊത്തത്തിലുള്ള ഒരു ഗ്രോത്ത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും വൈറ്റി സ്റ്റുഡിയോ ഉണ്ട്. അതായത് പിന്നെ നമ്മുടെ മൊത്തത്തിൽ ചാനലിന്റെ വ്യൂസ് എങ്ങോട്ടാണ് അല്ലെ, മുകളിലോട്ടാണോ? അതായത് മുകളിലോട്ടാണെങ്കിൽ നമുക്കറിയാലോ ഹൈ ആയിട്ട് വരും, ലോ ആണോ താഴോട്ട് ആരോ മാർക്ക്. അപ്പൊ മുകളിലോട്ടാണോ താഴോട്ടാണോ ആരോ മാർക്ക് കാണാൻ പറ്റും നമുക്ക്. അതായത് വ്യൂസ്, വാച്ചവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ്, അതുപോലെ എസ്റ്റിമേറ്റഡ് റവന്യൂ, അത് നമുക്ക് വിടാം. ഇത്ര എണ്ണത്തിന്റെ നമുക്ക് മൊത്തത്തിൽ നമ്മുടെ ചാനലിന്റെ പെർഫോമൻസ് മുകളിലേക്കാണോ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം നമുക്ക് ഗ്രോത്ത് ഉണ്ടോ. ഇനി ഗ്രോത്ത് കുറവാണെങ്കിൽ താഴോട്ട് ആര കാണിക്കും, കൂടുതലാണെങ്കിൽ മേളിലോട്ട് കാണിക്കും. ഇനി ഗ്രോത്തും അല്ല താഴോട്ടും അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഇടത്തരമാണെങ്കിൽ ടിക്ക്, ശരാശരി ടിക്ക് കാണിക്കും. ഇതാണ് നമ്മൾ മൊത്തം കാണുന്നത്. ഇനി നേരെ നമുക്ക് ഓരോ വീഡിയോയുടെ ഇതുപോലെ തന്നെ നമുക്ക് പ്രത്യേകം എടുത്തെടുത്ത് കാണിക്കാൻ പറ്റും അല്ലെ, പറഞ്ഞോളൂ. ഇപ്പൊ വ്യൂസ് നോക്കുകയാണെങ്കിൽ ഓരോ വീഡിയോയ്ക്കും എത്രത്തോളം വ്യൂസ് ഉണ്ട് കിട്ടുന്നത്, അത് മുകളിലോട്ടാണോ വ്യൂ അതോ താഴോട്ടാണോ, അതായത് ഗ്രോത്ത് കൂടുതലുണ്ടോ അതോ ഡിം ആയിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളത് കാണിക്കും. അതുപോലെ ശരാശരിയാണോ എന്ന് കാണാൻ പറ്റും നമുക്ക്. അതുപോലെ ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ്, അത് അതേ മുകളിലോട്ടാണോ താഴേക്കാണോ അതോ ശരാശരിയാണോ എന്ന് കാണുന്നുണ്ട്. ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ തംബ്നെയിലൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ആളുകൾക്ക് ക്ലിക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടോ അതോ സ്കിപ്പ് ചെയ്ത് വിടാണോ, ക്ലിക്ക് ചെയ്യുന്ന കുറെ പേര് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ചുരുക്കം പറയുകയാണെങ്കിൽ നമ്മുടെ തംബ്നെയിൽ കാണുന്നു, ഒരാൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമ്മുടെ തംബ്നെയിൽ കാണുന്നു. അപ്പൊ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യണോ, നമ്മുടെ ഇതിനകത്തോട്ട് കയറണം, അല്ല നമ്മുടെ വീഡിയോയിൽ അവർക്ക് ഇംപ്രഷൻ തോന്നുന്നുണ്ടോ, അതിനാണ് ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ വീഡിയോസിന്റെ വാച്ചവേഴ്സ് അതാണ് അതെ, ഇവിടെയാണ് മറുപടി. വാച്ചവേഴ്സ് എന്ന് പറഞ്ഞാൽ ടൈം അല്ലേ, അതായത് നമുക്ക് എത്ര വാച്ചവേഴ്സ് 4000 വാച്ചവേഴ്സ് വേണമെന്ന് പറയുന്നു അല്ലെ, നമുക്ക് ഒരു വർഷം കൊണ്ട് 1000 സബ്സ്ക്രൈബേഴ്സ് 4000 വാച്ചവേഴ്സ്. അപ്പൊ ഈ വാച്ചവേഴ്സ് ആണ് എത്ര ഈ ആൾക്കാർ കാണുന്നതനുസരിച്ച് അവേഴ്സ് നമുക്ക് മണിക്കൂറുകൾ നമുക്ക് കിട്ടുന്ന ഇതിനകത്താണ് നമുക്ക് അറിയാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇടുന്ന ഒരു വീഡിയോ 20 മിനിറ്റിന്റെ വീഡിയോ 20 മിനിറ്റും കാണുന്നുണ്ടെങ്കിൽ വാച്ചവേഴ്സ് അല്ലെ, ആളുകൾ കാണുന്നുണ്ടെങ്കിൽ അത് കൂടുതലാണ്. ചിലപ്പോൾ നമ്മൾ 20 മിനിറ്റിന്റെ വീഡിയോ ചിലപ്പോൾ 5 മിനിറ്റ് അല്ലെങ്കിൽ 3 സെക്കൻഡ് 4 സെക്കൻഡ് ഒക്കെ കാണുന്നെങ്കിൽ വാച്ചവേഴ്സ് കുറയാണ് ആ വീഡിയോയുടെ വാച്ചവേഴ്സ്. അതുപോലെ തന്നെ അതിനകത്ത് നമുക്ക് നോക്കി കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അതിന്റെ ആരോ മുകളിലേക്കാണോ താഴേക്കാണോ, അതുപോലെ തന്നെ എത്ര മണിക്കൂർ നമുക്ക് ഒരു വീഡിയോയിൽ നിന്ന് എത്ര മണിക്കൂർ നമുക്ക് കിട്ടി എന്നുള്ളത് നമുക്ക് കാണിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് റീച്ച്. നമ്മുടെ റീച്ച് എന്ന് പറഞ്ഞാല് എല്ലാവർക്കും അറിയുന്നുണ്ടോ അറിഞ്ഞൂടാ അല്ലെ, നമ്മുടെ വീഡിയോ എത്ര പേരിലേക്ക് എത്തുന്നുണ്ട് അല്ലെ, അതുപോലെ നമ്മുടെ തംബ്നെയിൽ കണ്ടിട്ട് എത്ര പേര് ക്ലിക്ക് ചെയ്യുന്നുണ്ട് അല്ലെ, ക്ലിക്ക് ചെയ്യാതെ തന്നെ എത്ര പേര് കാണിച്ചു കൊടുത്താലോ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പം യൂട്യൂബ് ചാനൽ, ഇതെല്ലാം ബിഗിനേഴ്സിന് വേണ്ടി കേട്ടോ, ഇപ്പോഴും പറയുന്നു, നമ്മളിപ്പോ ഇതാണ്ട് യൂട്യൂബ് ചാനൽ
ഇതുണ്ടല്ലേ, ഇതാണല്ലോ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുന്നു. അപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നേ ഓൾറെഡി ഇതുണ്ടല്ലേ, സ്ക്രോൾ ചെയ്ത് നമ്മൾ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇതെല്ലാം ഓരോരുത്തരുടെ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഓരോരുത്തർക്കും ഇങ്ങനെ നമ്മുടെ വീഡിയോ അവിടെ ചെല്ലുന്നതിനെയാണ് റീച്ച് എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും എത്തിപ്പെടുന്നു, എന്നാൽ നമ്മളത് ക്ലിക്ക് ചെയ്യണമെന്നില്ല. മനസ്സിലായോ? ഓരോരുത്തർക്കും ഇങ്ങനെ അവരുടെ ഹോം ഇതിൽ ഓരോ വീഡിയോ അവിടെ എത്തിച്ചെല്ലുന്നതിനെയാണ് റീച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ റീച്ചിൽ ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് റീച്ച് എത്ര പേരിലേക്ക് നമ്മുടെ വീഡിയോ എത്തിയിട്ടുണ്ട്, അതായത് യൂട്യൂബ് എത്ര പേർക്ക് നമ്മുടെ വീഡിയോ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് റീച്ച്. പിന്നെ ആ റീച്ചിൽ നിന്ന് നമുക്ക് വ്യൂ ഉണ്ടാകുന്നത് എങ്ങനെയാ? ബാക്കി നമ്മുടെ തംബ്നെയിൽ പോലെ നമ്മുടെ വീഡിയോയുടെ ഗുണം പോലെ ഇരിക്കും. അതായത് തംബ്നെയിൽ നല്ലതാണെങ്കിൽ മാത്രമാണ് അവർ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യത്തുള്ളൂ, അല്ലേ? അത്രേ ഉള്ളൂ. പിന്നെ ഇനി അടുത്തത് നമുക്ക് കാണാൻ പറ്റുന്ന ഓഡിയൻസ്. നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ വീഡിയോ ഇടുമ്പോൾ നമുക്കുള്ള ഓഡിയൻസ് ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റും? അതല്ല, ഓഡിയൻസ് ഏത്? ഈ 2 വിഭാഗം ഓഡിയൻസ് ഉണ്ട് യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ. അതായത് ന്യൂ, അതുപോലെ റിട്ടേണിംഗ്. ന്യൂ അതുപോലെ അതിന് റിട്ടേണിംഗ്. അതായത് ഉദാഹരണത്തിന് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. നമ്മുടെ ആദ്യ വീഡിയോയ്ക്ക് കിട്ടുന്നത് 10 വ്യൂ ആണെന്നിരിക്കട്ടെ, 10 വ്യൂ. അപ്പൊ 10 വ്യൂ എന്ന് പറയുന്നു. നമ്മൾ രണ്ടാമത്തെ വീഡിയോ കാണുന്നു, നമ്മൾ രണ്ടാമത്തെ വീഡിയോ ഇടുന്നു. ഈ രണ്ടാമത്തെ വീഡിയോയ്ക്കും ആദ്യത്തെ 10 പേര് തന്നെയാണോ കാണുന്നതെങ്കിൽ അതിന് റിട്ടേണിംഗ് വ്യൂസ് എന്ന് പറയും. ആദ്യത്തെ 10 പേരാണ് കാണുന്നത്, റിട്ടേണിംഗ് വ്യൂസ്. ഇനി ആദ്യത്തെ 10 പേരല്ല, ആദ്യത്തെ ഒരു 5 പേരും ബാക്കി ഒരു 15 പേരും ബാക്കി പുതിയ ഒരാൾക്കാരും വരുന്നെങ്കിൽ അതിന് ന്യൂ. അതിനും അതുപോലെ തന്നെ ഗ്രാഫ് കാണിക്കും, റിട്ടേണിംഗ് വ്യൂസിന്റെ ഗ്രാഫ് കാണിക്കും, അതുപോലെ തന്നെ പഴയ ന്യൂവിന്റെ കാണിക്കും. അപ്പൊ ഇത് നമുക്ക് എന്തിനാണ് തരുന്നത്? പുതിയ നമ്മുടെ ഈ വീഡിയോ ഇടുന്ന ആൾക്കാർ, പുതിയ ആൾക്കാർ നമ്മുടെ ചാനലിലേക്ക് വരുന്നുണ്ടോ, പുതിയ ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടോ എന്നെല്ലാം നമുക്ക് അറിയാൻ സാധിക്കും. ഇതാണ് ഇനി അടുത്തത് ഏജ്. ഏത് പ്രായത്തിലുള്ളവരാണ് നമ്മുടെ വീഡിയോ കൂടുതൽ കാണുന്നത്? യങ്ങേഴ്സ് ആണോ, അതോ നല്ല പ്രായമുള്ളവരാണോ, ചെറിയ കുട്ടികളാണോ? തീർച്ചയായിട്ടും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നമ്മളെപ്പോഴും സെർച്ച് ചെയ്യേണ്ടതും നമ്മളെപ്പോഴും അനലൈസ് ചെയ്യേണ്ടതും ഉള്ള ഒരു വിഭാഗമാണ് ഇപ്പം പറഞ്ഞത്. അതായത് ഈ ഏജ് അല്ലെ, എത്ര കാറ്റഗറി വരെയുള്ള 15 വയസ്സ് വരെയാണോ, അതിൽ 15 തൊട്ട് 25 വയസ്സ് വരെയാണോ, 25 തൊട്ട് 35 വരെയാണോ, 35-ന് മേളിലോട്ടുള്ളവരാണോ നമ്മുടെ ഏറ്റവും, അതായത് കൂടുതൽ നമ്മുടെ വീഡിയോ കാണുന്ന ഏത് ഏജ് കാറ്റഗറി ആണെന്ന് നമ്മളെ കാണിക്കും യൂട്യൂബ്, അതായത് YT സ്റ്റുഡിയോ കാണിക്കും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും നമ്മുടെ ചാനൽ, നമ്മുടെ വീഡിയോ ഏത് കാറ്റഗറിയുള്ള ആൾക്കാർക്കാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന്. അപ്പം അതനുസരിച്ചുള്ള വീഡിയോ നമുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു വലിയൊരു ഒരു ഗുണമുണ്ട്. അതുകൊണ്ട് എല്ലാവരും പരീക്ഷിക്കേണ്ട ഒരു സംഭവമാണ് ഇത്. നെക്സ്റ്റ് ഇനി അടുത്തത് ജെൻഡർ. അതായത് മെയിൽ ആണോ ഫീമെയിൽ ആണോ നമ്മുടെ വീഡിയോ കൂടുതൽ കാണുന്നത്? തീർച്ചയായിട്ടും അതും പ്രധാനപ്പെട്ട, അതും നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. അതായത് മെയിൽ ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ കാണുന്നത് ഏറ്റവും കൂടുതൽ? ആണുങ്ങൾ ഇപ്പൊ ചില വീഡിയോസ് ഉണ്ട്, ചിലപ്പം ഈ കുക്കിംഗ് ചാനലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ അതിനകത്ത് ഫീമെയിൽ ആയിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ ആയിരിക്കും. ഇപ്പൊ ട്രാവൽ വ്ളോഗ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂടുതലൊക്കെയാണ്. എന്നാലും അത് ഇടത്തരം ഉണ്ടെങ്കിൽ പോലും ചില അങ്ങനെ നമുക്ക് ഓരോന്നും വേർതിരിച്ച് അറിയാൻ പറ്റും. ആണുങ്ങൾക്ക് വേണ്ടിയാണോ കാണുന്നത്, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ വേണ്ടിയാണോ? ഇനി നമ്മൾ നോക്കുന്നു, നമ്മുടെ വീഡിയോ കൂടുതലും കാണുന്നത് സ്ത്രീകൾ മാത്രമാണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആണുങ്ങളെയും കൂടെ നമ്മുടെ ചാനലിലേക്ക് വരുത്തിക്കാൻ വേണ്ടി നമ്മൾ ഓരോ ടിപ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇനി അതല്ല, ആണുങ്ങൾ എന്നാൽ കുറച്ച് കണ്ടാൽ മതി, പെണ്ണുങ്ങൾ മാത്രം കണ്ടാൽ മതി നമ്മുടെ ചാനലിൽ. അപ്പൊ അവർക്ക് വേണ്ടി നമുക്ക് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് കോൺട്രിബ്യൂട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് അവരുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇത്തരം കാര്യങ്ങളാണോ? വാച്ച് ഫ്രം സബ്സ്ക്രൈബേഴ്സ്. അടുത്തൊരു, അതായത് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകളാണോ അതോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണോ നമ്മുടെ ചാനൽ കൂടുതൽ കാണുന്നത് എന്നുള്ളത്. അതെ. ഇപ്പം ഉദാഹരണത്തിന് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്. നമ്മുടെ ചാനലിന് 200 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നിരിക്കട്ടെ. 200 സബ്സ്ക്രൈബേഴ്സ് മൊത്തം നമുക്ക് ടോട്ടല്. അപ്പൊ നമ്മുടെ വീഡിയോ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ എല്ലാവരും ഓർക്കും നമുക്ക് 200 വ്യൂ മിനിമം കിട്ടണമല്ലോ. കാരണം 200 പേര് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 200 പേര് എന്തായാലും നമുക്ക് കിട്ടണം. പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്ന വ്യൂസ് എന്ന് പറഞ്ഞാൽ വെറും 50 പേരാന്നിരിക്കട്ടെ. ബാക്കി 150 പേര് അവിടെ പോയി. അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാർ, ഈ 150 ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നില്ല, ചിലപ്പോൾ താല്പര്യം കാണത്തില്ല. അതുകൊണ്ടായിരിക്കാം ഈ 50 പേരിൽ മാത്രം കാണുന്നത്. അതാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന ആൾക്കാരാണ് കാണുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും കാണിക്കും, പിന്നെ അടുത്തൊരു വീഡിയോ ഇടുന്നു. ചിലപ്പോൾ നമുക്കുള്ളത് എത്രയാണ്? 200 വ്യൂ ആണ്. 200 സബ്സ്ക്രൈബേഴ്സ് ആണ്. അടുത്ത വീഡിയോ ഇടുന്നു.
ആ വീഡിയോയ്ക്ക് നമുക്ക് കിട്ടുന്ന വ്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ചിലപ്പം ഒരു 500 എടുത്തു. അപ്പൊ ഈ ബാക്കി 300 പേര് അതാരാണ്? പുതിയ ആൾക്കാർ, ന്യൂസ്. അപ്പോഴാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ നമ്മുടെ കാണുന്നുണ്ട്, അവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയേക്കുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് നമ്മുടെ ചാനലിന്റെ ഗ്രോത്ത് ശരിക്കും അനലൈസ് ചെയ്യാൻ പറ്റും, അത് എല്ലാ തരത്തിലും. അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ചാനൽ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. എത്രത്തോളം ഇംപ്രൂവ് ചെയ്യണം, ഏതൊക്കെ കാറ്റഗറിയിലാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് ശരിക്കും അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. അതെ, നമുക്ക് ഓരോന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് വൈറ്റി സ്റ്റുഡിയോ ഇന്ന് തന്നെ നിങ്ങൾ ചെയ്യാത്തവരാണ് ഇന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഇതനുസരിച്ച് വേണം നമ്മൾ ഓരോരോ അടുത്ത വീഡിയോ നമുക്ക് ചെയ്യാൻ. അതങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ അയ്യോ നമുക്ക് വ്യൂ കുറവാണല്ലോ എന്നുള്ള നിങ്ങളുടെ ആ പരിഭവം മാറും. കുറെ കൂടെ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റും. അങ്ങനെ ബെറ്റർ ആക്കിയാണ് ഇപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് വലിയൊരു വ്യൂ കിട്ടും എന്നല്ല പറഞ്ഞു വരുന്നത്. നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും പറ്റും. യൂട്യൂബിനെ പറ്റി കൂടുതൽ പഠിക്കാനും പറ്റും. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് വൈറ്റി സ്റ്റുഡിയോ ഉള്ളത്. അപ്പൊ വൈറ്റി സ്റ്റുഡിയോ ഉടനെ തന്നെ എന്താ പറയുക ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മറ്റൊരാൾ നമുക്ക് കാര്യം ചോദിച്ചിരുന്നു, ഈ ഷോർട്സ് ചേട്ടാ, ഈ ഷോർട്സ് ഞാൻ ഇടുന്നുണ്ട്, നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഇടുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് മെയിൻ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അടിക്കുകയാണ്. ഇല്ലെന്നാണ് അല്ലെ, മൊത്തത്തിൽ ഇല്ലെന്നാണ്. ഏത് പാട്ട് നമുക്ക് നമ്മളൊരു വേറൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് സോങ് വെച്ച് നിങ്ങൾ ചെയ്യുക, റീച്ച് കൂടുതൽ കിട്ടും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് എന്ന് കാണിക്കാനുള്ളൂ, അത് കുഴപ്പമുണ്ടോ, നമ്മൾ ഇനി കാര്യമാക്കണ്ടേ എന്നെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഞാൻ തിരിച്ച് അദ്ദേഹത്തിന് ഞാൻ റിപ്ലൈ ചെയ്തു, താങ്കളുടെ വീഡിയോയുടെ ഈ ഷോർട്സിന്റെ ഡ്യൂറേഷൻ എത്രയാണെന്ന് ചോദിച്ചു. ചേട്ടാ അതൊരു 70-75 സെക്കൻഡ് വരെയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടെയാണ് പ്രോബ്ലം എന്ന് പറഞ്ഞു. ഷോർട്സിന്റെ മാക്സിമം ലെങ്ത് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആയിരുന്നു പണ്ട്. ഇപ്പൊ പുതിയ നിയമം അനുസരിച്ച് അത് 3 മിനിറ്റ് ആണ്. ഒരു ഷോർട്സിന്റെ മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 3 മിനിറ്റ് ആണ്. 60 സെക്കൻഡ്, നേരത്തെ പറഞ്ഞല്ലോ 60 സെക്കൻഡ് വരെയാണ് ഒരു ഷോർട്സിന്റെ ഡ്യൂറേഷൻ പണ്ട്. ഇപ്പൊ 3 മിനിറ്റ് വരെയാണ്. അപ്പൊ നമ്മുടെ ഷോർട്സ് 60 സെക്കൻഡിന് മുകളിലുണ്ടെങ്കിൽ, അതായത് 1 മിനിറ്റിന് മുകളിലുണ്ടെങ്കിൽ, യൂസർ കണ്ടന്റ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കോപ്പിറൈറ്റ് അടിക്കും. എന്നാൽ 60 സെക്കൻഡിന് താഴെയാണ് നമ്മുടെ ഷോർട്സ് എങ്കിൽ അതിന് നമ്മൾ യൂസർ കണ്ടന്റ് ഉപയോഗിച്ചു കഴിഞ്ഞാലും പുതിയ പാട്ടുകൾ ഇട്ടതുമായാലും അതിന് കോപ്പിറൈറ്റ് അടിക്കില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം എന്താ പറയുക, ഇച്ചിരി നിങ്ങൾ ഷോർട്സ് ഒക്കെ എടുക്കുമ്പോൾ ചെറിയ ഷോർട്സ് എടുക്കുവാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ഈ 60 സെക്കൻഡ് താഴെയുള്ള ഷോർട്സ് എടുക്കുവാണെങ്കിൽ അതിനകത്ത് ഇഷ്ടമുള്ള പാട്ടുകൾ, പുതിയ ഏത് പാട്ടുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം, അതിന് കോപ്പിറൈറ്റ് ഇല്ല. ഇനി 60 സെക്കൻഡ് മുകളിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് നിങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല, അതിന് കോപ്പിറൈറ്റ് ഉണ്ടാവും. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇതാണ് വൈറ്റി സ്റ്റുഡിയോയിലെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും. അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അറിയാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതെ, അപ്പം ഇതിനകത്ത് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ പറഞ്ഞേണ്ട കാര്യമില്ലല്ലേ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പം നിങ്ങൾ ഇങ്ങനെ ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ നിങ്ങളിലേക്ക് പുതിയ കുറേ കാര്യങ്ങൾ എത്തിക്കാനും, ഞങ്ങൾക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനും ഉള്ള ഒരു പ്രചോദനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തരുന്നതാണ്. അപ്പോൾ നിങ്ങളത് ആ പ്രചോദനം ലൈക്കായിട്ടും ഷെയർ ആയിട്ടും കമന്റ് ആയിട്ടും അതുപോലെ തന്നെ എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക, നല്ലപോലെ സബ്സ്ക്രൈബും ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ.